സ്മൃതി, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ നാളെ പുറത്താക്കും. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനമെടുത്തു. നാളെ ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്താവും. അരനൂറ്റാണ്ട് പാർട്ടിയുടെ ഭാഗമായി നിന്ന വി കുഞ്ഞികൃഷ്ണനാണ് ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അടുത്തിടെയാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നത്. അവസാനത്തെ ഈ രക്തസാക്ഷി ദിനാചരണത്തിൽ പോലും വി കുഞ്ഞികൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട് മധുസൂദനോടൊപ്പം. പയ്യന്നൂരിൽ പാളിയോ? പയ്യന്നൂരിൽ നന്നായി പാളിയിട്ടുണ്ട്. പാർട്ടി എപ്പോഴും ഇങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുരുതരമായ വിഷയങ്ങൾ പരിശോധിച്ച് പറയുന്നവർക്കെതിരെ നടപടിയെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇതൊരു സ്ഥിരം ശൈലിയാണ് എന്നുള്ളതാണ്. പയ്യന്നൂരിൽ പാളി എന്ന് പറയുമ്പോൾ ഇന്ന് നടപടി തീരുമാനിച്ചത് ആർക്കൊക്കെ എതിരെയാണോ ആരോപണം ഉന്നയിച്ച് അവരുടെ കൂടി സാന്നിധ്യത്തിലെടുത്ത തീരുമാനം എന്നുള്ളതാണ്. അവിടുത്തെ MLA മധുസൂദൻ ഇരിക്കുന്ന യോഗത്തിലാണ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നു ആരോപണം എന്നുള്ളതാണ്. രക്തസാക്ഷി ഫണ്ടാണല്ലോ അത്. പാർട്ടി അണികളെ സംബന്ധിച്ച വൈകാരികമായ വിഷയമാണ്. ആ വൈകാരികമായ വിഷയം എന്ന് പറയുമ്പോൾ ഓരോ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി സമാഹരിച്ച, അല്ലെങ്കിൽ അവരുടെ ജീവിതം അടുത്ത ജീവിതം നന്നാകാൻ വേണ്ടി സമാഹരിച്ച പണമാണ് അതിൽ വെട്ടിപ്പ് നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ്. അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്നു TA മധുസൂദനൻ. മധുസൂദനാണ് ഫണ്ട് പിരിച്ചതിൽ പ്രധാനിയായിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നേതാവും കൂടിയുണ്ട്, KP മധുവും ഫണ്ട് പിരിച്ചവരാണ്. അപ്പോൾ ഈ രണ്ട് നേതാക്കൾക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. 34 ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിന് ചെലവായി എന്ന് പറയുന്നത്. അപ്പോൾ കോടികളോളം പിരിച്ചതിന് ശേഷം 34 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിന് ചെലവായി എന്നാണ് അവതരിപ്പിച്ച കണക്ക്. അപ്പോൾ ചെക്ക് പരിശോധിച്ചപ്പോൾ 29.4 ലക്ഷം കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നു. 5 ലക്ഷം അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ അത് വിഡ്രോ ചെയ്തു പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു ഇനവും പറയാതെ വേറെയും 2 ലക്ഷത്തിൻ്റെ ചെലവ് കാണിക്കുകയാണ്. ആ ചെക്ക് ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റി. അപ്പോൾ അതുകൂടാതെ സഹകരണ ജീവനക്കാർ 1 മാസത്തെ ശമ്പളം ഈ പാർട്ടിയുടെ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി പിരിച്ചു നൽകിയിരുന്നു. ആ പണവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ 70 ലക്ഷം അത് വരവിലേ ഇല്ല എന്നുള്ളതാണ്. അതിൽ വരവിൽ ആക്കാതെയാണ് കെട്ടിട നിർമ്മാണത്തിന് തുക മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് ധനരാജ് ഫണ്ടിൽ നിന്നും അതിൽ പണം തികയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ധനരാജ് ഫണ്ടിൽ നിന്ന് പണം എടുത്തു എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അത് പിന്നീട് അതിൻ്റെ നിർമ്മാണ ചെലവ് 46 ലക്ഷം എന്ന് പിന്നീട് പാർട്ടി പറയുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത് പാർട്ടി തന്നെ അദ്ദേഹത്തെ പരിശോധിക്കാൻ ഏൽപ്പിച്ചതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞികൃഷ്ണനെ അതിൻ്റെ ഓഡിറ്ററായി നിയമിച്ചുകൊണ്ട് ഈ കണക്കുകൾ പരിശോധിക്കാൻ ഏൽപ്പിക്കുന്നു. ആ കണക്കുകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം വ്യാജ രസീതുകളടക്കം കണ്ടെത്തുകയാണ്. അത് രണ്ട് കേസാണ്. ഇത് 2021 വ്യാജ രസീതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ടല്ല. ശരി, ഇതുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് വെട്ടിപ്പ് മനസ്സിലായിട്ടുണ്ട്. ഈ എല്ലാ വിവരങ്ങളും അദ്ദേഹം ഒരുമിച്ച് പാർട്ടി സെക്രട്ടറി അടക്കം അറിയിക്കുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അറിയിക്കുന്നു. പാർട്ടി പരിശോധിക്കും എന്ന് മാത്രം അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രിക്കും ഇദ്ദേഹം കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നു. പാർട്ടി അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പരിശോധിക്കാമെന്ന് പറയുമ്പോഴും അത് അവിടെ പരിശോധിക്കപ്പെടുന്നില്ല എന്നിടത്ത് അന്ന് തന്നെ പാർട്ടിയോട് തനിക്കുള്ള എതിരഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് അന്ന് അദ്ദേഹം ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിൽ 8 മാസത്തോളം മാറി നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ട് തിരിച്ചെത്തിക്കുന്നു. അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നതാണ് നടപടി എടുക്കേണ്ട കാര്യങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് നടപടിയെടുത്തത്? ഈ ഫണ്ടിന്റെ കാര്യങ്ങൾ അറിയിക്കുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ കണക്കുകൾ ബോധിപ്പിക്കുന്നതിൽ സമയമെടുത്തു എന്ന കാരണം പറഞ്ഞിട്ടാണ് നടപടിയെടുത്തു എന്ന് പറയുന്നത്. സമയമെടുക്കുകയല്ല, കണക്കിൽ വെട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് ഗുരുതരമായ കണ്ടെത്തൽ എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ആ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇനി ഈ പറഞ്ഞ ഫണ്ട് പിരിവിലൊന്നും ഒരു പങ്കാളികളുമല്ലാത്ത ആളുകൾക്കെതിരെ കൂടി നടപടിയെടുത്തിട്ടുണ്ട്. അത് മറ്റു ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് മുന്നിലുള്ള കാര്യം. അപ്പോൾ ഇതാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പലതവണയായി അത് പാർട്ടിക്കകത്ത് പറഞ്ഞു. എന്നിട്ടും അതിൽ നടപടി ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം പുറത്തു പറയാൻ തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. ഇനി 2021 നടന്ന സംഭവം, അതിനുശേഷം മധുസൂദൻ MLA ആവുകയാണ്. അപ്പോൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു. ഇനി 2026 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലല്ലോ പറയേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്ന ന്യായം. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊരു വിഷയം തന്നെയാണ്. മധുസൂദനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ പാർട്ടി നടത്തുന്നു എന്ന വാർത്തകൾക്കിടെയാണ് ഒരു പക്ഷേ അത് തടയുക എന്ന ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടാകാം. അതൊരു ദുരുദ്ദേശമായി ഞാൻ കാണുന്നില്ല. പാർട്ടി ഇനിയും ഒരു പാളിച്ചയിലേക്ക് പോകരുത് എന്നൊരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിക്കകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം അത് പുറത്തേക്ക് പറയാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തെ കോടാലി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതൊക്കെ സ്ഥിരമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ എടുക്കുന്ന നടപടിയാണ്. ഇനിയിപ്പോൾ ഒരു കമ്മീഷനെ എപ്പോഴും ഒരു കമ്മീഷൻ രൂപീകരിക്കും. ആ കമ്മീഷന്റെ പ്രവർത്തനം എന്തായിരിക്കും? കമ്മീഷൻ എപ്പോഴും പാർട്ടിക്ക് അനുകൂലമായി അല്ലെങ്കിൽ ആരാണോ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഘട്ടങ്ങളിലും കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ വേറെയും ഒരുപാട് അനുഭവങ്ങളുണ്ട്, വേറെ നേതാക്കളുടെ അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ AK ബാലൻ വിഭാഗീയ പ്രവർത്തനം
നടത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു NN കൃഷ്ണദാസ്. അന്ന് എന്ത് ചെയ്തു? കൃഷ്ണദാസിനെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയാണ് ചെയ്തത്. അത് 2006 സംഭവമാണ്. എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ AK ബാലന്റെ ഫോൺ ചോർത്തി എന്നൊരു ആരോപണമാണ് അതിന് മറുപടിയായി പറഞ്ഞത്. ഇനി ദേശാഭിമാനിലെ തിരുവനന്തപുരം യൂണിറ്റിലെ മാനേജർക്കെതിരെ ലൈംഗിക പരാതി കൈമാറിയ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ആരോപണ വിധേയനെ അന്ന് തൊട്ടുപോലുമില്ല. ഇനി ഈ പറയുന്ന CKP പത്മനാഭന്റെ കാര്യമുണ്ടല്ലോ, CKP പത്മനാഭൻ P ശശിക്കെതിരെ മകൾക്കെതിരെ മോശം പെരുമാറ്റം നടത്തി എന്ന് പറഞ്ഞിൽ പരാതിപ്പെടുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ ഈ പറഞ്ഞ സാമ്പത്തിക ക്രമക്കേട് എന്ന ആരോപണം, അത് ഈ പറയുന്ന തുകയൊന്നുമല്ല കേട്ടോ, ഈ കോടികളൊന്നുമില്ല, സാമ്പത്തിക ക്രമക്കേട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നീക്കി. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇതൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അന്ന് P ശശിക്കെതിരെ നടപടി ഉണ്ടായല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണല്ലോ. പിന്നീട് അദ്ദേഹം വളരെ പെട്ടെന്ന് ഇപ്പോൾ ഏത് അവസ്ഥയിൽ ഏത് പൊസിഷനിൽ എത്തി നിൽക്കുന്നു നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. പാലക്കാട് PK ശശിയുമായി ബന്ധപ്പെട്ട് ലൈംഗിക പരാതി വന്നപ്പോൾ എടുത്ത നിലപാട് നമുക്കറിയാം. അന്ന് ആരോപണം ഉന്നയിച്ച യുവതിയടക്കം ഭീഷണി നേരിടുകയും ആ DYFI നേതാക്കൾ മുഴുവൻ ഒതുക്കപ്പെട്ട സംഭവം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെയും വിഭാഗീയത, പാർട്ടിയിലെ വിഭാഗീയത എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ നടപടികളിലേക്ക് പോകുക. ഇതാണ് നമ്മുടെ മുന്നിലുള്ള കാരണം. ഇപ്പോൾ വേറെയും ഫണ്ട് തിരിമറികളുടെ വാർത്തകൾ P ബിജുവുമായും ബന്ധപ്പെട്ട്, P ബിജുവിനൊക്കെ നമുക്കറിയാലോ, ഒരുപാട് നമ്മുടെ ചർച്ചകളൊക്കെ പങ്കെടുത്തിൽ P ബിജു അകാലത്തിൽ മരണമടഞ്ഞാണ്. P ബിജുവിന്റെ പേരിൽ പിരിച്ച ഫണ്ട്, അഭിമന്യുവുമായി ബന്ധപ്പെട്ട ഫണ്ട്, ഇതിലൊക്കെ തന്നെയും ക്രമക്കേടുകൾ എന്ന ആരോപണം വരുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പാർട്ടി പരിശോധിക്കുന്നത്? ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് പാർട്ടി കാര്യമാണെന്ന്. അങ്ങനെയാണോ? ഇത് വെറും പാർട്ടി കാര്യം തന്നെയാണോ? ഇതിൽ MLAക്കെതിരെയാണ്, ജനപ്രതിനിധിക്കെതിരെയാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അത് അങ്ങനെയല്ല എങ്കിൽ കൂടി തന്നെയും സാധാരണക്കാരായ ജനങ്ങൾ പിരിച്ചെടുത്ത് നൽകിയിരിക്കുന്ന പണമാണ്. ആ പണമൊക്കെ എവിടെ പോകുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ പരിശോധിച്ചാലും ഞങ്ങളുടെ പാർട്ടി കാര്യം എന്ന രൂപത്തിൽ പറയുന്ന മറുപടി എത്രത്തോളം സുതാര്യമായ മറുപടിയാണ്? അതുകൂടാതെ ഈ പറഞ്ഞ ഭീഷണി പ്രസംഗങ്ങൾ ചില നേതാക്കൾ നടത്തുന്നു, പ്രകടനങ്ങൾ നടത്തുന്നു, പലയിടത്തും പോസ്റ്ററുകൾ പതിക്കുന്നു. ഇതൊക്കെയാണ് ഒരു വശത്ത് നടക്കുന്നത്. വൃദ്ധനായ ഒരു പഴയകാല നേതാവാണ്, അദ്ദേഹത്തിന് 70 വയസ്സ് കഴിഞ്ഞു, 74 വയസ്സായി. ഇനിയും അദ്ദേഹം പറഞ്ഞ ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും അദ്ദേഹത്തിൽ നിന്നും കാണാൻ നമുക്ക് പറ്റില്ല. അദ്ദേഹം മറ്റു പാർട്ടിയിലേക്ക് പോയൊരു വിസ്മയമാകാനൊന്നും പോകുന്നില്ല. അദ്ദേഹം പാർട്ടിയിൽ തന്നെയുള്ള വിഷയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഒരു വിഷയത്തെ എങ്ങനെ പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ചാത്തുണ്ണി മാസ്റ്റർ അടക്കം ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തെയും സാമ്പത്തിക ക്രമക്കേടൊക്കെ ആരോപിച്ചിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ പല കാലങ്ങളായി വരുന്ന കാര്യമാണ്. അദ്ദേഹത്തെ കോടാലിക്കൈ എന്ന് വിളിക്കുന്നു. ഇതൊക്കെ പതിവ് പ്രയോഗങ്ങൾ കൂടിയാണ്. ഈ പ്രയോഗങ്ങൾക്ക് പോലും മാറ്റമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പയ്യന്നൂരിലും പാർട്ടിക്ക് പാളി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പയ്യന്നൂരിൽ മാത്രമല്ല, പയ്യന്നൂരിലും പാർട്ടിക്ക് പാളിയിരിക്കുന്നു. ഈ പറയുന്ന പ്രശ്നങ്ങളുടെയൊക്കെ ഒരു പ്രതിഫലനം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് പയ്യന്നൂരിൽ. അവിടെ നിന്നാണ് ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നത്. അത് തുറന്ന മനസ്സോടുകൂടി സുതാര്യമായി പരിശോധിക്കാൻ പാർട്ടി തയ്യാറാകാതെ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഈ ഘട്ടം വരെ എടുത്തിരിക്കുന്നത്. നാളെ ഇനി KK രാഗേഷ് ഇതിൽ വാർത്താസമ്മേളനം നടത്തുമ്പോൾ കൂടുതൽ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുമോ, കുഞ്ഞികൃഷ്ണനെതിരെ വരുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. Meet the editors.